നാം മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് പുട്ടും കടലയും. സാധാരണയായി നാം വീടുകളിൽ പുട്ടുണ്ടാക്കുന്നത് അരിപ്പൊടി, റവ, റാഗി, ഗോതമ്പ് പൊടി തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചാണ്. എന്നാൽ നാം ചോറുണ്ടാക്കുന്ന കുത്തരി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്ന ഒരു എളുപ്പ വഴിയാണ് നിങ്ങളെ കാണിച്ചു തരട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജോയ്ജൂസ് ഹോം വീഡിയോസ്. കുത്തരിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു വെച്ചേക്കുവാണ്. ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. കുതിർത്ത അരി ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് 10-15 മിനിറ്റ് വെള്ളം വരാൻ വേണ്ടി വെക്കാം. നമുക്കിനി ഈ അരി മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം പൊടിക്കാൻ. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, പുട്ടുണ്ടാക്കാൻ പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. പൊടിച്ച അരിയുടെ കൂടെ തേങ്ങ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. നമുക്കിനി പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാം. അങ്ങനെ നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിലേക്ക് കടലക്കറി ഒഴിച്ച് കഴിക്കാം. ഇതെൻ്റെ ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ പുട്ടും കടലയും കുത്തരി ഉപയോഗിച്ചുണ്ടാക്കിയ പുട്ടിവിടെ റെഡിയാണ്. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പി അല്ലേ ഇത്? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.